ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു കിടിലൻ കറാച്ചി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതേപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ വളരെ കുറച്ച് മതി കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഞാനിവിടെ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതി. നമ്മളിതിലേക്ക് ഉള്ളി താളിക്കുമ്പം കുറച്ചധികം താളിക്കാനായിട്ട് ശ്രമിക്കുക, അതായത് സ്ലൈറ്റായിട്ട് പൊരിഞ്ഞു തുടങ്ങണം. ഇതാണ് ഈ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊരിഞ്ഞ ഉള്ളിയിലേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളി ആവശ്യത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 തക്കാളിയുടെ പ്യൂരിയാണ്. നമ്മൾ തക്കാളി അങ്ങനെ തന്നെ ചേർക്കുന്നില്ല, പ്യൂരി ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയുടെ പ്യൂരി ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് ഗരം മസാല. ഞാൻ ഇതിലേക്ക് കുറച്ചധികം ഗരം മസാല ചേർക്കുന്നുണ്ട്, ഏകദേശം 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടിയോളം മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുത്ത തക്കാളിയുടെ പ്യൂരിയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോയോളം ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിൽ നല്ലപോലെ ഒന്ന് ചേർത്തിളക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ വേവുന്നത് വരെയാണ് ഇത് വെക്കേണ്ടത്. ഇത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും, ആകെ നാശാവും. അപ്പം അത് മറന്നു പോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെച്ച് ഇത് ഇറക്കി വെക്കാം. ഇനി നമ്മൾ കറാച്ചി ബിരിയാണി ദമ്മിടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഞാനിതിലേക്ക് റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാനിതിലേക്ക് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ആ ബസ്മതി റൈസ് സാധാരണ പോലെ തന്നെ ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മസാല അത് നമ്മളിതിലേക്ക് ഒന്ന് അടിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ലെയർ നമ്മൾ മസാല ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെയാണ്, പക്ഷേ ഇത് ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി ഞാൻ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഉള്ളി പൊരിച്ചിടുകയോ അല്ലെങ്കിൽ നട്ട്സ് കിസ്മിസ് അതിനൊന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ലെയർ മസാലയും റൈസും സെറ്റ് ചെയ്തു. ഇനി ഇതേപോലെ ഒരു ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ലെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ കറാച്ചി ബിരിയാണി ഒരുപാട് സമയം ദമ്മ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ലെയറുകളും ഒരുമിച്ച് പോലെ മിക്സാക്കി എടുക്കണം. മിക്സ് ആയതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള കറാച്ചി ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇത് ചൂടോടെ തന്നെ വിളമ്പി കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടേസ്റ്റി വിഭവങ്ങളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.